സാർ നമസ്കാരം. നമസ്കാരം. ഫൊക്കാനയ്ക്ക് സാധാരണഗതിയിൽ ഈ നാട്ടിലെ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ ഒരു രീതിയാണ് പൊതുവെ ഉള്ളത്. അങ്ങനെയാണ് ഹിസ്റ്ററി ഉള്ളത്. അപ്പം അടുത്ത ഫൊക്കാന സമ്മേളനം വരുന്നത് ശരിക്കുള്ള 2 വർഷം കൂടുമ്പോൾ ഫൊക്കാന നടക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ്. അതിനാണ് പ്രാധാന്യം കൂടുതൽ. അപ്പോൾ ശരിക്കും ഫൊക്കാന കൺവെൻഷൻ അമേരിക്കക്കാർ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഫൊക്കാന കൺവെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ അവാർഡുകൾ പൊതുവെ ഇവിടെ നാട്ടിലുള്ള എഴുത്തുകാർക്കും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കീഴ്വഴക്കം. അതുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തകങ്ങളൊന്നും മുഖം ബോക്സ് ഇതിന് കൊടുത്തിട്ടില്ല. എന്നാൽ ഇവിടെ തന്നെ വേറെ ചില അവാർഡുകൾക്കൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതിൽ എൻ്റെ ഈ പറഞ്ഞത് അടുത്ത ഫൊക്കാന വരുമ്പോഴത്തേക്കിന് അദ്ദേഹം ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ക്ലിയറായിട്ട് പറഞ്ഞാൽ ഈ വർഷത്തെ ഇപ്പോഴത്തെ ഫൊക്കാനയ്ക്ക് എനിക്ക് അവാർഡുകളില്ല. എന്നാൽ ഞാനിവിടെ വന്നതിനൊരു കാരണമുണ്ട്. ഏതാണ്ട് 3-4 ആഴ്ച മുമ്പ് കാര്യം അമേരിക്കയിൽ നിന്ന് വരാനുള്ള ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ. അതുകൊണ്ട് ഈ തത്വമസിയുടെ പുരസ്കാരം എനിക്ക് ഉണ്ട് എന്ന് എന്നോട് മാത്രം പറഞ്ഞിരുന്നു. അല്ലാതെ പത്രത്തിൽ അവർ ന്യൂസ് കൊടുക്കുന്നതിന് മുമ്പ് അത് പുറത്താരോടും പറയരുതെന്നായിരുന്നു അവരുടെ കണ്ടീഷൻ. അപ്പോൾ അതനുസരിച്ച് ഇന്നാണ് അത് പബ്ലിഷ് ചെയ്തത് ആ വാർത്ത. അപ്പം വാർത്ത വന്നപ്പോഴത്തേക്കിന് അതിൽ അതായത് സുകുമാർ അഴീക്കോടിൻ്റെ പേരിലുള്ള സാംസ്കാരിക അക്കാദമിയാണ് തത്വമസി അക്കാദമി. അതിവിടുത്തെ നല്ലൊരു പ്രസ്റ്റീജിയസ് അവാർഡാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, ആഗ്രഹിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളൊക്കെ. അപ്പോൾ അത് ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് പ്രവാസി വിഭാഗത്തിലാണ്, അതായത് പ്രവാസ സാഹിത്യം എന്ന വിഭാഗത്തിലാണ് എനിക്ക് അവാർഡ് തന്നിരിക്കുന്നത്. സാർ ഇതിപ്പോൾ സാറിൻ്റെ നാട്ടിൽ വെച്ച് കിട്ടുന്ന എത്രാമത്തെ അവാർഡാണ്? അവാർഡെന്ന് പറയാൻ പറ്റില്ല, ഒരു മത്സരത്തിനുള്ള സമ്മാനം എന്നുള്ളത് കൂട്ടിയാൽ മതി. അപ്പം അത് കവിതയ്ക്കല്ലായിരുന്നു, ലേഖനത്തിനും കഥയ്ക്കുമായിരുന്നു. അത് ഒഴിച്ചാൽ അത് ഞാൻ പറഞ്ഞല്ലോ, അവാർഡല്ലായിരുന്നു, ഒരു മത്സര സമ്മാനം. അപ്പം അത് അവാർഡായിട്ട് പരിഗണിക്കാതിരുന്നാൽ ആദ്യമായിട്ട് കിട്ടുന്നതാണ്, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡാണ് എനിക്ക്. ഇത് 50-50ലേറെ വർഷം കവിത എഴുതിയിട്ട് ഇന്ന് വരെ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് ആദ്യമായിട്ട് അങ്ങനെ കിട്ടി. അത് വളരെ സന്തോഷമുണ്ട്. ഇന്നാണത് പത്രത്തിലൊക്കെ വന്നത്. അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച ദിവസം ഇന്നായതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന കവിതാ സമാഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ നവംബർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് പ്രസിദ്ധീകരിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ചത് 1975-ലായിരുന്നു. അതായത് അടിയന്തരാവസ്ഥ കാലത്ത്. ആ 75-ൽ എഴുതിയ കവിതയാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കവിത. അങ്ങനെ ആ 75 മുതൽ 2025 വരെ ആകുമ്പോൾ 50 വർഷം പൂർത്തിയാകുന്ന. അപ്പം ആ ഒരു സ്മരണീയ പോലെ ഒരു പുസ്തകം ഇറക്കണമെന്നൊരാഗ്രഹം തോന്നി. ഞാൻ അതെല്ലാം കളക്ട് ചെയ്ത് ഈ മുഖം ബുക്സിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നവംബറിൽ അതിൻ്റെ പ്രിൻറ്റിങ്ങൊക്കെ റെഡി ആയപ്പോഴത്തേക്കിന് നാട്ടിൽ വന്നു. അപ്പോൾ 2 പുസ്തകമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ഒന്ന് നടക്കാനിറങ്ങിയ കവിത എന്നാണ് ഒരു പുസ്തകത്തിൻ്റെ പേര്. അതിനകത്ത് മലയാളം കവിതകൾ മാത്രമേ ഉള്ളൂ. അതായത് ഈ 50 വർഷം എഴുതിയ മലയാളം കവിതകളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ രണ്ടാമത്തെ പുസ്തകത്തിനകത്ത് നമ്പിമഠം കവിതകൾ, അതായത് എൻ്റെ കംപ്ലീറ്റ് കവിതകളുടെ സമാഹാരമാണ് ഈ നമ്പിമഠം കവിതകൾ. അതിനകത്ത് ആദ്യത്തെ എൻ്റെ കവിതയ്ക്ക് അവതാരിക എഴുതിയ ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറായിരുന്നു. അയ്യപ്പ പണിക്കർ സാറിൻ്റെ അവതാരിക. പിന്നെ രണ്ടാമത്തെ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഡോക്ടർ മധുസൂദന സാറിൻ്റെ അവതാരിക. പിന്നെ കൂടാതെ ഈ അജയനാരായണൻ്റെ അവതാരിക. പിന്നെ ഞാൻ കുറേ ഇംഗ്ലീഷ് കവിതകൾ എഴുതിയിട്ടുണ്ട്, അതും അതിനകത്തുണ്ട്. കാപ്സ്യൂൾ കവിതകളെന്ന് പറഞ്ഞ് ചെറിയ കൊച്ചു കവിതകൾ. അങ്ങനെ ഇംഗ്ലീഷും മലയാളവും അവതാരികകളും എല്ലാം ചേർന്ന് ഒരു 500 പേജുള്ളൊരു 500 താഴെ 400-500 ഇടയ്ക്ക് പേജുള്ള ഒരു പുസ്തകമാണ് ഇറക്കിയിരിക്കുന്നത്.